കാശ്മീരിലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് ശേഷം അവിടെ അന്ന് വലിയ പ്രക്ഷോഭങ്ങളും മറ്റും ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ അവിടുത്തെ ജനത അവരുടെ മുഖത്ത് സന്തോഷം നമ്മൾ കണ്ടതാണ്. അവിടുത്തെ സ്ത്രീകൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമ്മൾ കണ്ടതാണ്. അവിടെ എങ്ങനെയാണ് ഈ പറയുന്ന ഈ എന്താണ് മറ്റെല്ലാ സംസ്ഥാനങ്ങളും പോലെ പ്രത്യേക പദവി നൽകിയിരുന്ന ഒരു സംസ്ഥാനമാണ്, അറിയാമല്ലോ. അത് 10 തവണ പ്രധാനമന്ത്രിയായാലും മോദിക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ വെല്ലുവിളിച്ചവരുണ്ടായിരുന്നു. അവരെല്ലാം ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല, മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. എന്തായാലും അവിടുത്തെ ജനങ്ങളെ ഇതുപോലെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ കയ്യിൽ തോക്കും ബോംബും ഒക്കെ എടുത്ത് കൊടുത്ത് വിട്ടവന്മാരിപ്പോൾ മാളത്തിൽ ഒതുങ്ങിയിരിക്കുകയാണ്. വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പത്തി അടിച്ച് പൊടിക്കുമെന്നുള്ള കാര്യം അവർക്കറിയാം, പത്തി അടിച്ച് പൊട്ടിക്കുമെന്നുള്ള. അപ്പോൾ അതുകൊണ്ട് ഈ വിഘടനവാദികളായിട്ടുള്ള മനുഷ്യർ, വിഘടനവാദി, അതായത് ഇന്ത്യയിൽ നിന്ന് നമുക്ക് ഈ പാകിസ്ഥാനോടൊപ്പം ചേരണം, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ തിരിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. അവർക്ക് പഠിക്കണം, മറ്റ് എന്താ പറയുക, വലിയ പദവികളിലേക്ക് എത്തണം, അങ്ങനെ അത്തരത്തിൽ ഒരു സാധാരണ മറ്റ് ഇന്ത്യൻ പൗരന്മാരെ പോലെ അവർ ചിന്തിച്ചു തുടങ്ങി എന്നുള്ള ഒരു ശുഭകരമായ വാർത്ത കേൾക്കുന്നു. എന്താണ് കൂടുതൽ വിശദാംശം? അതായത് ഒരു 90കളുടെയൊക്കെ തുടക്കത്തിൽ ഒരു പക്ഷേ ഈ പറയുന്ന വിഘടനവാദികളുടെയൊക്കെ സമ്മർദ്ദം മൂലം അതിലേക്ക് പോകേണ്ടി വന്ന ഒരു പറ്റം ആൾക്കാരുണ്ട്. പിന്നീട് അത് കാലങ്ങളായി തുടർന്നു വന്നത് 90കളുടെ തുടക്കത്തിലും അതിനു മുൻപുമായിട്ട് ഈ പ്രവൃത്തിയിലേക്ക് പോയിട്ടുള്ളവരുണ്ട്. അപ്പൊ ആ ആളുകളെല്ലാം ഇപ്പോൾ വിജയ് പറഞ്ഞതുപോലെ തന്നെ ആർട്ടിക്കിൾ 370 എല്ലാം റദ്ദാക്കി കഴിഞ്ഞപ്പോൾ അവിടെ എന്താണ് കാശ്മീർ, എന്താണ് ഞങ്ങളുടെ നാട്, അവിടെ ഞങ്ങൾക്ക് എങ്ങനെയെല്ലാം ജീവിക്കാൻ പറ്റും, ഞങ്ങൾക്ക് എന്തിനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഞങ്ങളുടെ വരുമാന മാർഗം എന്തായിരിക്കണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ അവർ ശരിക്കും യഥാർത്ഥത്തിൽ മനസമാധാനം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. അവർ ഇതുവരെ കണ്ടത് എപ്പോഴും പട്ടാളക്കാരും ഈ ഭീകരരും തമ്മിലുള്ള അതായിരുന്നു അവിടെ ഒരു നോർമൽ. ഇവരിപ്പോഴാണ് ശരിക്കും ഇതെന്താണ്, ഈ മനസമാധാനം എന്ന് പറയുന്ന സാധനം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ വീണ്ടും വന്നിട്ട് ഇതിൻ്റെ ഇടയിൽ പഹൽഗാം അറ്റാക്ക് നടക്കുകയാണ്. വീണ്ടും കുത്തിത്തിരിപ്പുകളുമായിട്ട് മറ്റു പല ആളുകളും ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് നുഴഞ്ഞു കയറുകയൊക്കെ ചെയ്യുന്നുണ്ട്, അതിനൊക്കെ അമർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അവർ ശരിക്കും മനസ്സിലാക്കുന്നത് മനസമാധാനം നഷ്ടപ്പെട്ടാണ് ഈ കണ്ട കാലം മുഴുവൻ ഞങ്ങളിവിടെ ജീവിച്ചിരുന്നത്, ഞങ്ങൾക്ക് അത് തന്നെ മതി. ഇപ്പോൾ ഞങ്ങൾ എന്താണോ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് അത് മതി, അതിനു മുമ്പ് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച ആ ഒരു ജീവിതം ഞങ്ങൾക്ക് വേണ്ട എന്ന് അതായത് ഈ വിഘടനവാദത്തിലേക്ക് തിരിഞ്ഞു പോയിട്ടുള്ള ആളുകൾ തന്നെ സ്വയം തീരുമാനിക്കുന്ന ഒരവസ്ഥ. ശരിക്കും അത് തന്നെയല്ല ഏറ്റവും നല്ലത്. കാരണം സ്വയം തീരുമാനിച്ച് നമ്മൾ ഇറങ്ങുന്നതും മറ്റുള്ള ഒരാളുടെ പ്രേരണ കൊണ്ട് നമ്മളൊരു കാര്യത്തിലേക്ക് വന്നു ചേരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ അവർ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുന്നുണ്ട്. നമുക്കറിയാം ജമ്മു കാശ്മീരിലൊക്കെ പണ്ട് പോകുമ്പോൾ അവിടെ എന്താ പറയുക, ആ തടാകത്തിലൂടെ സഞ്ചരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് അവിടെ ഉള്ളവർ കെഞ്ചുന്ന കാഴ്ചയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഫിക്സഡ് റേറ്റാണ് അതിൽ യാത്ര ചെയ്യുന്നത്, ബോട്ടിങ്ങിനൊക്കെ ഫിക്സഡ് റേറ്റാണ്. അതുപോലെയുള്ള വിനോദസഞ്ചാര മേഖല തന്നെയാണ് ആ ഒരു നാടിൻ്റെ നട്ടെല്ല്, സാമ്പത്തികം എന്നൊക്കെ പറയുന്നത്. ആ ഒരു രീതിയിലേക്കൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ആളുകളെല്ലാം തന്നെ ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ ദേശീയതയിലേക്ക് ചേരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് വരികയാണ്. അവർ ഉറക്കെ തന്നെ വിളിച്ചു പറയുകയാണ്, ഞങ്ങൾ വിഘടനവാദത്തിലേക്ക് ഇനിയില്ല, അവരെ പിന്തുണയ്ക്കില്ല. അത് ശരിക്കും ഈ ഭീകരർക്കും വിഘടനവാദികൾക്കുമുള്ള നല്ലൊന്നാന്തരം ഒരു മറുപടിയാണ് എന്ന് വേണമെങ്കിലും പറയാം. അത് മോദി കൊണ്ടുവന്ന പ്രധാനപ്പെട്ട നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടെ പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട്. അതായത് അവിടെ സ്പെഷ്യൽ പദവി ഉണ്ടായിരുന്ന സമയത്ത്, ഈ ആർട്ടിക്കിൾ 370 ഉണ്ടായിരുന്ന സമയത്ത് അവിടെ നിന്നും മറ്റുള്ളവർക്ക്, അതായത് മറ്റ് സംസ്ഥാനങ്ങളുള്ളവർക്ക് അവിടെ സ്ഥലം വാങ്ങിക്കാനായിട്ടുള്ള പെർമിഷൻ ഇല്ലായിരുന്നു. അത് മാത്രമല്ല, അവിടെ നിന്ന് ആരെങ്കിലും ഒരു സ്ത്രീയോ പുരുഷനോ, കാശ്മീരിലുള്ള ഒരു സ്ത്രീയോ പുരുഷനോ മറ്റൊരു സ്ത്രീയോ പുരുഷനോ വിവാഹം കഴിച്ച് പുറത്തോട്ട് പോകുമ്പോൾ അവർക്ക് സ്വത്ത് വകകളുടെ അവകാശം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നു. കാരണം അങ്ങനെയാണെങ്കിലും പുറത്തുള്ള സംസ്ഥാനക്കാർക്ക് അവിടെ അവകാശം വരികയാണ്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെയെല്ലാം ഒരു റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് സെപ്പറേറ്റ് ആയിരുന്ന ഒരു സെപ്പറേറ്റ് ബ്ലോക്ക് പോലെ ഇരുന്ന ഒരു സംസ്ഥാനമായിരുന്നു. യൂണിയൻ ടെറിട്ടറി എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ യൂണിയൻ ടെറിട്ടറിയാണ്, പക്ഷെ അന്ന് യൂണിയൻ ടെറിട്ടറി പോലും അല്ല. അങ്ങനെയല്ല, ഒരു പ്രത്യേക എന്തോ ഒരു നിഗൂഢമായ പ്രദേശം. കാശ്മീരിനെ പറ്റി പറയുന്ന ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അതിതാണ് എന്ന് ആണ് പ്രശസ്തമായിട്ടുള്ള കവിവചനം. അപ്പോൾ അങ്ങനെയുള്ള കാശ്മീരിനെയാണ് അവർ ഇത്തരത്തിലുള്ള അശാന്തിയുടെ താഴ്വാരമാക്കി അതിനെ മാറ്റിയത്. അങ്ങനെയുള്ള കാശ്മീരാണ് ഇപ്പോൾ വീണ്ടും ആ ശാന്തിയുടെ ഉത്തുംഗ ശൃംഗമായിട്ട് ഇപ്പോൾ തിരിച്ചു വരുന്നത്.
അതെ. അപ്പോൾ ഈ വർഷം ആദ്യം 15ലധികം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇന്ത്യയോടും അതിൻ്റെ ഭരണഘടനയോടുമുള്ള പ്രതിബദ്ധത പ്രഖ്യാപിക്കുന്നതിന് പത്രങ്ങളിൽ പരസ്യം നൽകുകയൊക്കെ വേണം. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ അതിലേക്ക് വരുന്നതെന്ന് അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ സാക്ഷ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: മുൻകാല വിഘടനവാദികളിൽ നിന്ന് ഞങ്ങൾക്ക് ധാരാളം അപേക്ഷകൾ ലഭിക്കുന്നുണ്ട്. ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരെയും വിലയിരുത്തുന്നത് എന്നാണ് ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ പ്രധാനമായിട്ടും പറയേണ്ടത് ഈ 1929 കാശ്മീരി ജിഹാദിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള സയ്യിദ് അലി ഷാ ഗിലാനി എന്ന് പറയുന്ന ഒരു വിഘടനവാദിയുണ്ട്. അവരുടെ പിൻഗാമികളടക്കം ഇപ്പോൾ പിൻഗാമികൾ എന്ന് പറയുമ്പോൾ കുടുംബപരമായിട്ട് മാത്രമല്ല, അനുയായികൾ അടക്കം ഇപ്പോൾ ഈ വിഘടനവാദം വിട്ടിട്ട് ഞങ്ങൾ ഇന്ത്യക്കാരാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് വരികയും ഈ പറയുന്ന ജിഹാദിയുടെ അനുയായികൾ അടക്കം വരികയാണ്. ഈ ഇല്ല, മരണപ്പെട്ടു പോയി. അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഒരു മാറ്റം വരുമ്പോൾ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് എന്നും മനുഷ്യന്റെ ഉള്ളിലുണ്ട്. പക്ഷെ അതിനെ പലതും കൊണ്ട് മൂടി വയ്ക്കപ്പെടുമ്പോഴാണ് അത് കണ്ണു തുറന്ന് കാണാൻ പറ്റാതെ പോകുന്നത്. ഒരുപക്ഷെ ഇപ്പോഴും അത് ഇവരുടെയൊക്കെ തലപ്പത്തിരിക്കുന്നവരുണ്ടാകാം. പക്ഷെ ആ തലപ്പത്തിരിക്കുന്നവരെയും മറികടന്നുകൊണ്ടാണ് ഇപ്പോഴുള്ള ഈ ഒരു വരവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ജിഹാദി പിതാവ് എന്ന് പറയുന്ന ഓൾ പാർട്ടി ഹുറിയത്ത് കോൺഫെഡറേഷന്റെ ചെയർമാൻ കൂടിയായിരുന്നു. 1953 മുതൽ ജമാഅത്തയിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ആ ആളുടെ അനുയായികൾ പോലും ഇപ്പോൾ ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വരുന്നു എന്നാണ്. അതായത് DPMന്റെ മുഹമ്മദ് ഷാഫി റഷി, ജമ്മു കാശ്മീർ പീപ്പിൾസ് മൂവ്മെന്റ് ചെയർമാൻ ഷാഹിദ് സലീം എന്നിവർ ഉൾപ്പെടെയുള്ളവരാണ് ഇതിന്റെ ഭാഗമായിട്ട് ഈ പരസ്യങ്ങൾ കൊടുക്കുകയും സത്യവാങ്മൂലം കൊടുക്കുകയും ഒക്കെ ചെയ്തു വരുന്നത്. കൂടാതെ ജമ്മു കാശ്മീർ സാൽവേഷൻ മൂവ്മെന്റ് രക്ഷാധികാരിയായിട്ടുള്ള സഫർ അക്ബർ ഭട്ടിന്റെ ഭാര്യ നിലോഫർ അക്ബർ ഭട്ട് വിഘടനവാദി സംഘടനയായിട്ട് ഓൾ പാർട്ടീസ് ഹുറിയത്ത് കോൺഫറൻസുമായി തന്റെ കുടുംബവുമായുള്ള ബന്ധം തന്നെ പരസ്യമായിട്ട് വേർപെടുത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ജമ്മു കാശ്മീർ മാസ് മൂവ്മെന്റിന്റെ ചെയർപേഴ്സൺ ഫരീദ ബെഹൻജിയും വിഘടനവാദി ഗ്രൂപ്പുകളിൽ നിന്ന് തന്നെയും തന്റെ സംഘടനയെയും ഔദ്യോഗികമായി വേർപെടുത്തി. സമാനമായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമുകളുമായോ തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് ഈ സത്യവാങ്മൂലത്തിൽ പ്രസ്താവിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ സംഭവിക്കുക എന്നുള്ളത് വളരെ ശുഭകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് മുൻകൈ എടുത്തത് ഈ ഒരു ഭരണകൂടമാണ് എന്ന് പ്രത്യേകം പറയാതെ വയ്യ. അതിന് അത്രത്തോളം ആർജവത്തോടുകൂടി ആ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുവന്നത് മോദിയും അമിത്ഷായും അടക്കമുള്ള ആ ഭരണകൂട നേതൃത്വം തന്നെ. അതെ, എതിർപ്പുകളെ അവഗണിച്ചിട്ടാണ്. അപ്പോൾ അതൊരു ശുഭകരമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും അത്തരത്തിലുള്ള പ്രവർത്തികൾ ഇനിയും ഉണ്ടാകട്ടെ. കാരണം നമ്മുടെ നാട്ടിൽ വിഘടനവാദികൾ ഇല്ലാതെ ആകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.